എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വിവാഹ വാർത്തയാണ് എഴുത്തുകാരനും സീരിയൽ നടനുമായ ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന ആളുടെ. അദ്ദേഹം വിവാഹം കഴിച്ചത് ഒരു സീരിയൽ നടിയാണ്. ദിവ്യ ശ്രീധരൻ എന്നാണ് ആ സീരിയൽ നടിയുടെ പേര്. ദിവ്യ ശ്രീധരൻ എന്ന ആ സീരിയൽ നടി തന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ച് വളരെ പരസ്യമായിട്ട് വെളിപ്പെടുത്തി. താൻ 18ാമത്തെ വയസ്സിൽ ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ചതാണ്. അതിൽ 2 മക്കളുണ്ടെന്ന് വെളിപ്പെടുത്തുകയും ആ മക്കളെയൊക്കെ മീഡിയയുടെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ ഈ ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന മനുഷ്യന്റെ വിവാഹത്തെക്കുറിച്ച്, അതായത് നേരത്തെ വിവാഹം കഴിച്ചതിനെ കുറിച്ച് ഒരു വിവരവും ഇദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല. അത് ആർക്കും അറിയത്തുമില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയെ കണ്ടെത്തിയിരിക്കുകയാണ്. ആ ഭാര്യയുടെ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലുണ്ട്. അത് ഞാനും കണ്ടു. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഫേസ്ബുക്ക് പ്രൊഫൈലാണ്. അതായത് ഇവര് വളരെ നേരത്തെ വേർപിരിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഒരു ആദ്യ ഭാര്യ ഇദ്ദേഹവുമായിട്ടുള്ള ഒരു ചിത്രങ്ങളും ആ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ആ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിലെ ഫോട്ടോസുകളൊക്കെ നമുക്കൊന്ന് കാണാം. വർഷങ്ങളായി ദുബായിൽ താമസിക്കുന്ന എഴുത്തുകാരിയായ സെറീന കൃഷ്ണനാണ് ഈ നടന്റെ ആദ്യ ഭാര്യ. ഇവർ ക്രിസ്ത്യാനിയായിരുന്നു. ഇവർ മുംബൈയിലാണ് നാട്ടിൽ താമസം. മറ്റ് ഒരു മതക്കാരി ആയിട്ടും ഇവരുടെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ചത്. വർഷങ്ങളുടെ ദാമ്പത്യമായിരുന്നു ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇവർ ഏകദേശം 10 വർഷം ദുബായിലായിരുന്നു താമസം, ഇരുവരും ഒരുമിച്ച്. ഇവർക്ക് മക്കളില്ല. ഈ ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന ആള് താരിയ കല്യാണിന്റെ ഭർത്താവും സൗഭാഗ്യ വെങ്കടേഷിന്റെ അച്ഛനുമായ അന്തരിച്ച രാജാറാമിന്റെ സഹോദരനാണ്. 2019 ഇവർ വേർപിരിയുന്നത്. ഈ ഫേസ്ബുക്ക് പ്രൊഫൈൽ പരിശോധിക്കുന്ന സമയത്ത് ഒരു കാര്യം വ്യക്തമാണ്. ഈ ഒരു സ്ത്രീ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇവർ വിവാഹബന്ധം ഇങ്ങനെ വേർപിരിഞ്ഞിട്ടും ഇവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്ന് അവരുടെ പ്രൊഫൈൽ ഫോട്ടോ ഉൾപ്പെടെ, ഇദ്ദേഹത്തോടൊപ്പമുള്ള പ്രൊഫൈൽ ഫോട്ടോയാണ് ഇതിലിട്ടിരിക്കുന്നത്, അതുൾപ്പെടെ ഒന്നും തന്നെ മാറ്റിയിട്ടില്ല. ഇദ്ദേഹവുമായിട്ട് പങ്കുവച്ചിട്ടുള്ള നല്ല നിമിഷങ്ങളുടെ ഒരുപാട് വീഡിയോസുകളും ഫോട്ടോസുകളുമാണ് ഈ ഒരു പ്രൊഫൈലിലുള്ളത്. ഇവർ ഇതൊന്നും തന്നെ മാറ്റിയിട്ടില്ല. ഈ 2 ദിവസത്തിന് മുന്നാണ് ഇദ്ദേഹം രണ്ടാമതായിട്ട് വിവാഹം കഴിച്ചത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഒരു വാർത്ത അവരും അറിഞ്ഞാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഫൈലിൽ നിന്ന് ഈ ഫോട്ടോസുകളൊക്കെ മാറ്റേണ്ടതാണ്. എന്നാൽ ഇവർ മാറ്റിയിട്ടില്ല. ഇവർ നല്ലൊരു ക്വാളിറ്റിയുള്ള സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ മാറ്റാഞ്ഞത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഇന്നത്തെ കാലത്ത് ഏത് സ്ത്രീകളാണെങ്കിലും വേർപിരിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെ എല്ലാ ഫോട്ടോസുകളും മാറ്റുന്ന ഒരു രീതിയാണ് നമ്മളെല്ലാവരും കണ്ടുവരുന്നത്. ഒരു കാര്യം പറയാതിരിക്കാൻ തരമില്ല. ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ വലിയൊരു ദാർശനികനായിട്ട് തോന്നും, വലിയൊരു പണ്ഡിതനായിട്ട് തോന്നും. ഇദ്ദേഹം നല്ല അറിവുള്ള മനുഷ്യനാണ്. ഇദ്ദേഹം ഒരുപാട് കഴിവുള്ള മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരിക്കുകയാണ്. ഓരോ വീഡിയോയുടെയും താഴെ വളരെ മോശം കമന്റുകളാണ് വരുന്നത്. ഇദ്ദേഹത്തെ ഒരു അപ്പൂപ്പനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. ഇദ്ദേഹത്തിന് ഏകദേശം 49 വയസ്സേ ഉള്ളൂ. ഈ വിവാഹം ഇപ്പൊ രണ്ടാമത് കഴിച്ച ആ ഒരു സീരിയൽ നടിക്ക് 40 വയസ്സേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രത്യേകതയായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ ഒരു സ്ത്രീ, ഈ ഇദ്ദേഹം വിവാഹം കഴിച്ച ആ സീരിയൽ നടി തന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ച് പബ്ലിക്കായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് തന്റെ മക്കളെയും ഈ മീഡിയയുടെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ ഇദ്ദേഹം വലിയ ബുദ്ധിജീവിയെ പോലെ, അല്ലെങ്കിൽ വളരെ സാഹിത്യകാരനാണ്, ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം നല്ല വിവരമുള്ള മനുഷ്യനാണ്. ഇദ്ദേഹം തന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ച് ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞു കേട്ടതായിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. അപ്പോൾ ഇദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടാണ് ഈ രാത്രിയിലുള്ള സീരിയലൊക്കെ ഉണ്ട്. അപ്പൊ ആ സീരിയലിലൊക്കെ സ്ത്രീകൾ വളരെ ബഹുമാനത്തോടാണ് കാണുന്നത്. അപ്പോൾ സ്ത്രീജനങ്ങളാണ് ഏറ്റവും കൂടുതലും ഇത്തരം വിവാഹങ്ങൾ കാണുകയും ഈ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ കാണുകയും ഈ സോഷ്യൽ മീഡിയ ചാനലുകൾക്ക് വലിയ വ്യൂസ് ലഭിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ വിവാഹം വളരെ കാര്യമായിട്ടാണ് സ്ത്രീകളൊക്കെ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇത്തരം വിവാഹങ്ങൾ, അതായത് ഇദ്ദേഹം 2ാമത് വിവാഹം കഴിച്ചതാണ്. ഇപ്പോൾ ഇതിനു മുന്നേ ഒരു ബാലവിവാഹം നടന്നു, ബാലയുടെ വിവാഹം. അതും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി, ആളുകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തു. ഇത് നമ്മുടെ കേരള സംസ്കാരത്തിന് യോജിച്ച രീതിയിലുള്ള വിവാഹങ്ങളൊന്നും അല്ല. എന്ന് പറഞ്ഞാൽ ഒരാൾ വിവാഹം കഴിക്കുന്നു, അവരെ എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ചത് എന്ന് ഇവരാരും പറയുന്നില്ല. ഈ ഒരു സീരിയൽ നടിയും വിവാഹബന്ധം വേർപെടുത്തി എന്ന് പറയുന്നു. ഇദ്ദേഹം വിവാഹബന്ധം വേർപെടുത്തിയ കാര്യം പറയുന്നില്ല. ബാലയാണെങ്കിൽ 3-4 വിവാഹം കഴിക്കുന്നു. അതിന് വലിയ ഹൈപ്പ് കൊടുത്താണ് സോഷ്യൽ മീഡിയ അത് കൊണ്ടാടുന്നത് എന്നുള്ളത് ഒരു ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഒരു തമാശയുമാണത്. അപ്പോൾ ഇതിനകത്തില് ഇത്രത്തോളം ഇതിന് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇത് എന്ത് മാതൃകയാണ് ആളുകൾക്ക് കാണിക്കുന്നത്? ഇപ്പോൾ വളർന്നു വരുന്ന പുതുതലമുറയ്ക്ക് എന്ത് മാതൃകയാണ്? വിവാഹ ബന്ധങ്ങൾ ഇതുപോലെ ഒന്നൊഴിച്ച് വേറൊരെണ്ണം കല്യാണം കഴിക്കുക, വേറൊരെണ്ണത്തെ അതിനെ ഉപേക്ഷിച്ചിട്ട് വേറൊരെണ്ണത്തെ കല്യാണം കഴിക്കുക, ആ ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതിന് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വ്യൂസ് കിട്ടുന്നുണ്ട്, വലിയ രീതിയിലുള്ള അംഗീകാരം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് വേണേൽ വിവാഹം കഴിക്കാം. വളരെ രഹസ്യമായിട്ട് വിവാഹം കഴിച്ച് ആ ഒരു വഴിക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു വിഷയമില്ല. ഇത് സോഷ്യൽ മീഡിയയിൽ ഇവർ മനഃപൂർവ്വമായിട്ട് ഇത് വലിയ രീതിയിലുള്ള പ്രസിദ്ധിക്ക് വേണ്ടിയുള്ള ഒരു സൃഷ്ടി അവർ മുഖാന്തരം നടത്തുന്നു എന്നാണ് എനിക്കിത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്.
അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഒരുപാട് പേര് വിവാഹം കഴിക്കുന്നുണ്ട്. അവർ രജിസ്റ്റർ വിവാഹം കഴിച്ച് അവർ അവരുടേതായ വഴിക്ക് പോവുകയാണ്. ഇവർക്കും രഹസ്യമായി രജിസ്റ്റർ വിവാഹം കഴിച്ച് ആരെയും അറിയിക്കാതെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വലിയ പോസ്റ്റുകളും വലിയ ഇന്റർവ്യൂകളൊന്നും കൊടുക്കാതെ ഇവർക്ക് പോകാമായിരുന്നു. ഇപ്പോൾ ഇവർക്കെതിരെ വളരെ നെഗറ്റീവ് കമന്റുകളാണ് കൂടുതലായിട്ട് വരുന്നത്. ഈ നടിക്കെതിരെയും അതുപോലെ തന്നെ ഈ ഒരു സീരിയൽ നടനെതിരെയും ആ ഒരു രീതിയിലുള്ള സമീപനം നമ്മുടെ മലയാളികളുടെ ഇടയിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ കാണുകയും ചെയ്യും. അതിന്റെ താഴെ ചെന്ന് വളരെ മോശം കമന്റ് ഇടുകയും ചെയ്യും. ഇദ്ദേഹത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസുകൾ സോഷ്യൽ മീഡിയയിലുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വളരെ എൻജോയ് ചെയ്താണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. അപ്പോഴാണ് നമുക്ക് ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയുടെ ഫേസ്ബുക്ക് പ്രൊഫൈല് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ അത്ഭുതം തോന്നുന്നത്. അതായത് ഈ വിവാഹം കഴിഞ്ഞിട്ടും ആ ഒരു സ്ത്രീ ഇദ്ദേഹവുമായിട്ട് ഉള്ള ഫോട്ടോസുകളും വീഡിയോസ് ഒന്നും ആ ഒരു പ്രൊഫൈലിൽ നിന്ന് മാറ്റിയിട്ടില്ല എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. ഇന്നത്തെ ഏത് സ്ത്രീകൾക്ക് സാധിക്കും അത്തരത്തിൽ പെരുമാറാൻ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.